പെൽവിയസ് ടാബ്ലറ്റിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരക്കൂടിനുള്ളിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളും ഉള്ളത്. കാലിലേക്കുള്ള രക്തക്കുഴലുകൾ, ഞരമ്പുകൾ, മൂത്രസഞ്ചി, സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ യൂട്രസ്, ഓവറി, കുടല്, ഈ പറഞ്ഞ എല്ലാ പ്രധാന അവയവങ്ങളും ഈ ഒരു ചെറിയ ഏരിയയ്ക്കുള്ളിലാണ്. അപ്പോൾ ഈ അരക്കൂടിന് ഒരു പരിക്ക് പറ്റണമെങ്കിൽ തന്നെ ഒരു ഹൈ വെലോസിറ്റി ഇഞ്ചുറി ഉണ്ടെങ്കിലേ സംഭവിക്കുകയുള്ളൂ. ആ അരക്കൂടിന് പരിക്ക് പറ്റി ഇതിനുള്ളിലുള്ള അവയവങ്ങൾക്കും പരിക്ക് പറ്റും. അപ്പോൾ അതൊരു ചെറിയ സെൻറ്ററിൽ പലപ്പോഴും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആവശ്യമാണ്. പിന്നെ ഈ പെൽവിയസ് ടാബ്ലർ സർജറി ചെയ്യാൻ കുറച്ചുകൂടെ കോംപ്ലക്സ് പ്രൊസീജിയറാണ്. കാരണം ഇത്രയും അവയവങ്ങൾ ഇതിനെ ചുറ്റുമുള്ളപ്പോൾ അവയെല്ലാം മാറ്റി വെച്ച് സർജറി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സ്കിൽഫുൾ ട്രെയിൻഡ് സർജൻ ആയിരിക്കും യൂഷ്വലി അത് ചെയ്യുക. അതിന് വേണ്ട പ്രത്യേക എക്യുപ്മെൻറ്റ്സും ഉള്ള ഒരു ഹോസ്പിറ്റലിലേ അത് സാധ്യമാകുകയുള്ളൂ. പിന്നെ ഇത് കൂടുതൽ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആകുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് വളരെ സ്പെഷ്യലൈസ്ഡ് ഒരു സെൻറ്ററിൽ ചെയ്യണം എന്ന് പറയുന്നത്, കാലിൽ നിന്നുള്ള ഫോഴ്സ്, നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ കാലിൽ നിന്നുള്ള ഫോഴ്സ് മേളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ അരക്കൂട് വഴിയാണ്. അതിലെന്തെങ്കിലും ഒരു മിസ്മാച്ച് വരിക, അല്ലെങ്കിൽ അലൈൻമെൻറ്റിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിന് മുന്നോട്ട് നടക്കാൻ ബുദ്ധിമുട്ട് വരും, മുടന്ത് വരും. ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരുന്നതുകൊണ്ട് അതൊരു സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ട്രെയിൻഡ് സെൻറ്റേഴ്സിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്.